PM ശ്രീ പദ്ധതി വിവാദം സംസ്ഥാന നേതൃത്വം കൈകാര്യം ചെയ്ത രീതിയിൽ CPIM കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തി. വിവാദം കത്തിപ്പടരുമ്പോൾ സംസ്ഥാന സെക്രട്ടറി മണ്ഡലത്തിലെ പരിപാടിക്ക് പോയെന്ന് വിമർശനം. ഓരോ നേതാക്കളുടെയും പങ്കാളിത്തത്തിന്റെ കണക്ക് നോക്കേണ്ട ആവശ്യമില്ലെന്നായിരുന്നു CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം അതിൻ്റെ പക്വതയോട് ഉള്ള പെരുമാറ്റത്തിൽ അതിൽ CPIMന്റെയും CPIയുടെയും നേതൃത്വം, സംസ്ഥാന നേതൃത്വം, മുഖ്യമന്ത്രി എല്ലാം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനെ സഹായിക്കുന്ന ചില ഇടപെടലുകളാണ് CPIയുടെയും CPIMന്റെയും അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. CPIയിലെ സഖാക്കൾ എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ പോലാണ്. അതിനിടെ PM ശ്രീയുമായി ബന്ധപ്പെട്ട പിണക്കവും പരിഭവവും പറഞ്ഞു തീർത്ത് മന്ത്രിമാർ. മന്ത്രി V ശിവൻകുട്ടിയെ മന്ത്രി GR അനിൽ വീട്ടിലെത്തി കണ്ടു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തോ? ഇനി പരിഭവവും ഖേദവും ഒക്കെ മാത്രമേ ബാക്കിയുള്ളൂ? PM ശ്രീ വിവാദത്തിൽ CPIയും തമ്മിലുള്ള ആ ഭിന്നത പറഞ്ഞു തീർത്തതിന് പിന്നാലെ ഇപ്പോൾ പിണക്കവും പരിഭവവും കൂടി പറഞ്ഞു തീർക്കുകയാണ്. രാഷ്ട്രീയമായ പ്രശ്നം ഒരു വശത്ത് തീർക്കുമ്പോൾ ഇപ്പോൾ മറുവശത്ത് വ്യക്തിപരമായി ഉന്നയിച്ച ചില ആരോപണ പ്രത്യാരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇപ്പോൾ ഏതാണ്ട് ഒത്തുതീർപ്പെന്ന നിലയിലേക്ക് എത്തുന്നു. മന്ത്രി V ശിവൻകുട്ടിയെ മന്ത്രി GR അനിൽ വീട്ടിലെത്തി കാണുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ലൈനിലുണ്ട്. ഉമേഷ്, കഴിഞ്ഞ ദിവസവും മന്ത്രി V ശിവൻകുട്ടി ഇക്കാര്യത്തിലുള്ള തൻ്റെ അതൃപ്തി മന്ത്രി GR അനിൽ പറഞ്ഞത് CPI ഓഫീസിലെത്തി ബിനോയ് വിശ്വത്തെയും GR അനിലിനെയും കണ്ടപ്പോൾ അതിനുശേഷം V ശിവൻകുട്ടി മാധ്യമപ്രവർത്തകരെ കണ്ടു. GR അനിൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരാൾ എത്തുമ്പോൾ കാണണ്ട എന്ന് പറയേണ്ടതില്ലല്ലോ എന്നായിരുന്നു. അതായത് അതിനെ ഒരു തികച്ചും വ്യക്തിപരമായ നിലയിലാണ് മന്ത്രി GR അനിൽ കണ്ടിരുന്നത് എന്ന പരിഭവം മന്ത്രി V ശിവൻകുട്ടിക്ക് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയോടുകൂടി ഇല്ലാതായോ ഉമേഷ്? തീർച്ചയായും ദിലീപ് കുമാർ, നിലവിൽ ആ ഒരു പ്രശ്നം, അതായത് CPI മന്ത്രിമാരും ശിവൻകുട്ടിക്കുണ്ടായിരുന്ന മനോവിഷമം അത് തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി കഴിഞ്ഞു. അതിൽ മന്ത്രി ഇപ്പോൾ ഉൾക്കൊള്ളുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തിപരമായി എടുത്തിട്ടില്ല എന്നാണ് ശിവൻകുട്ടിയും അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ചട്ടിയും കലവുമാവുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കുമല്ലോ എന്നുള്ളത് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം തന്നെ ചോദിക്കുകയും ചെയ്തു. എന്തായാലും മന്ത്രി GR അനിൽ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ ഒരു ഘട്ടത്തിൽ വലിയ വിഷമം മന്ത്രി V ശിവൻകുട്ടിക്ക് ഉണ്ടാക്കി. അത് മന്ത്രി തുറന്നു പറയുകയും ചെയ്തു. എന്തായാലും പ്രശ്നങ്ങളെല്ലാം ഒരു വിധത്തിൽ ഇപ്പോൾ പറഞ്ഞ് തീർപ്പാക്കിയിരിക്കുന്നു. PM ശ്രീ പദ്ധതിയിൽ CPIയുടെ നിലപാട് സർക്കാർ അംഗീകരിച്ചതോടുകൂടി തന്നെ CPIയുടെ ഒരു പരാമർശങ്ങളും CPIയുടെ എതിർപ്പുകളും ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. എന്തായാലും മന്ത്രി GR അനിൽ മന്ത്രി V ശിവൻകുട്ടിയെ വീട്ടിലെത്തി കണ്ടു. വർഷങ്ങളായുള്ള ബന്ധമാണ് ഇരുവരും ഒരേ പ്രദേശത്ത് നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചവരാണ്. രണ്ട് പാർട്ടിയാണെന്നേ ഉള്ളൂ. പക്ഷേ എന്തായാലും പ്രശ്നങ്ങളെല്ലാം തീർപ്പാക്കി ഒന്നിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും PM പദ്ധതിയുമായി ബന്ധപ്പെട്ട് പക്ഷേ സംസ്ഥാന സർക്കാരിന് നഷ്ടമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട, അതായത് ബുധനാഴ്ച ലഭിക്കേണ്ട 320 കോടി രൂപ അത് ഇതുവരെയും കേന്ദ്ര സർക്കാർ അനുവദിച്ച് ലഭിച്ചിട്ടില്ല. SSK ഫണ്ടിന്റെ ആദ്യ ഗഡു, അതായത് 2022-23 കാലഘട്ടത്തിലെ കുടിശ്ശികയാണ് 320 കോടി രൂപ. അത് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇനി ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് വിദ്യാഭ്യാസ വകുപ്പിനുള്ളത്. കാരണം നിലവിൽ ഈ തീരുമാനമെടുത്തത് PM ശ്രീ പദ്ധതി താൽക്കാലികമായി ഫ്രീസ് ചെയ്യാനുള്ള തീരുമാനമെടുത്ത സാഹചര്യത്തിൽ ബുധനാഴ്ച വരാനുള്ള ഫണ്ട് വന്നില്ല. ഇന്നലെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, ഇന്നലെയും വന്നില്ല. കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശവും തങ്ങൾക്ക് ലഭിച്ചിട്ടുമില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭ എടുത്ത തീരുമാനം നാളെ ചീഫ് സെക്രട്ടറി കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. അതോടുകൂടി ഒരുപക്ഷെ ഈ ഫണ്ട് ഫ്രീസ് ചെയ്യുന്ന കാര്യം കേന്ദ്ര സർക്കാർ തിരികെ അറിയിക്കാനാണ് സാധ്യതയുള്ളത്. ദിലീപ് കുമാർ, PM ശ്രീ പദ്ധതി മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നതിനു പിന്നാലെ കേന്ദ്രം ഇതിന്റെ ആദ്യ ഗഡു മരവിപ്പിച്ചിരിക്കുകയാണ്. 320 കോടി രൂപ സമഗ്ര ശിക്ഷ കേരളയ്ക്കുള്ള ഫണ്ടാണ് അത് മരവിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അത് കേരളത്തിന് ഉടൻ നൽകാമെന്നായിരുന്നു നേരത്തെ കേന്ദ്രം വാഗ്ദാനം ചെയ്തിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.